ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് PHPയിലെ കമൻസിനെ കുറിച്ചിട്ടാണ്. കമൻസ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോഡിൽ നമുക്ക് എന്തെങ്കിലും നോട്ട്സ് പോലെയൊക്കെ ആഡ് ചെയ്യാനായിട്ടാണ്. കമൻസ് PHP ആക്ച്വലി ഇഗ്നോർ ചെയ്യും. അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ ഔട്ട്പുട്ടിൽ കാണാനായിട്ട് സാധിക്കില്ല. കമൻസ് നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ കമൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് സിംഗിൾ ലൈൻ കമൻസും ഒന്ന് മൾട്ടി ലൈൻ കമൻസുമാണ്. അപ്പോൾ ആദ്യം സിംഗിൾ ലൈൻ കമൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ 2 ഫോർവേഡ് സ്ലാഷ് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ കൊടുക്കേണ്ട ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കമൻ്റായിട്ട് PHP അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ടൊന്നും വന്നിട്ടില്ല. കാരണം ഇത് ഒരു കമൻ്റ് ആയതുകൊണ്ട് തന്നെ PHP അത് ഇഗ്നോർ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാം വലുതാവുന്ന സമയത്ത് വലിയ വലിയ പ്രൊജക്ട്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാനുള്ള കുറച്ച് നോട്ട്സ് പോലെ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കമൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PHP കോഡിൽ എവിടെ വേണമെങ്കിലും നമുക്കൊരു ഡബിൾ സ്ലാഷ് യൂസ് ചെയ്തുകൊണ്ട് കമൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. $നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൽ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ ആ സെമിക്കോളൻ എൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കമൻറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയും നമുക്കൊരു കമൻറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം PHPയിൽ വാലിഡായിട്ടുള്ള കമൻസാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് പൊതുവെ സിംഗിൾ ലൈൻ കമൻസ് എന്നാണ്. സിംഗിൾ ലൈൻ കമൻസ് നമുക്കറിയാം ഒരു ലൈനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത ലൈനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഫോർവേഡ് സ്ലാഷ് കൊടുക്കണം. പിന്നെ മറ്റൊരു രീതി, അതായത് കമൻറ്റ് കൊടുക്കാനുള്ള മറ്റൊരു രീതി എന്ന് പറയുന്നത് മൾട്ടി ലൈൻ കമൻസ് എന്നാണ്. അതായത് ഒന്നിലധികം ലൈൻസിൽ കിടക്കുന്ന കമൻസിനെയാണ് നമ്മൾ മൾട്ടി ലൈൻ കമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് /* വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻഡ് ചെയ്യുന്നത് ഒരു */ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താലും ഒരു കമൻറ്റ്, അതായത് മൾട്ടിപ്പിൾ ലൈനിൽ കിടക്കുന്ന ഒരു കമൻ്റായിട്ടാണ് PHP എടുക്കുന്നത്. അപ്പോൾ ഇതും ഔട്ട്പുട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സാധാരണ മൾട്ടി ലൈൻ കമൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരു * ഇവിടെയും കൊടുക്കാറുണ്ട് ലൈൻസിൽ. അത് ജസ്റ്റ് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് മൾട്ടി ലൈൻ കമൻറ്റ്സ്. അപ്പോൾ മൾട്ടി ലൈൻ കമൻറ്റ്സ് നമ്മൾ PHPയിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഒരു മൾട്ടി ലൈൻ കമൻറ്റ്സ് ഇട്ടിട്ടാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോലെ ഈ കമൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ്സ് PHPയിൽ മറ്റൊരു സിൻടാക്സ് കൂടെ ഉണ്ട്. അത് നമുക്ക് # യൂസ് ചെയ്യാം. അപ്പോൾ ഇതും PHP ഒരു സിംഗിൾ ലൈൻ കമൻ്റായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും രീതിയിലാണ് നമുക്ക് കമൻറ്റ്സ് കോഡിൽ കൊടുക്കാൻ കഴിയുന്നത്. ഇത് നമ്മൾ വലിയ വലിയ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണ് ഇതിന് ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ യൂസ് ഉള്ളൂ. നമ്മളത് പഠിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എക്കോയാണ് നോർമലി യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എക്കോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വരും. അപ്പോൾ എക്കോന് പകരം അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം PHPയിലുള്ളത് പ്രിൻ്റാണ്. അപ്പോൾ പ്രിൻ്റ് യൂസ് ചെയ്താലും നമുക്ക് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പ്രിൻറ്റും എക്കോയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ എക്കോ ആണ് ഫാസ്റ്ററായിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. അതാണ് പ്രിൻറ്റും എക്കോയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. പിന്നെ എക്കോയിൽ നമുക്ക് കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്
വാല്യൂസ് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് പാരാമീറ്റേഴ്സ് പോലെ വാല്യൂസ് കൊടുത്ത് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ പ്രിൻറ്റിൽ നമ്മൾ അങ്ങനെ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എററായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം പ്രിൻ്റ് ഒരിക്കലും അങ്ങനെ ഒരു കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, എക്കോ അത് റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, പ്രിൻറ്റിൻ്റെ നമുക്ക് പല ഫോർമാറ്റ്സ് ഉണ്ട്. പ്രിൻ്റ് _r എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, പ്രിൻ്റ് _f എന്ന് പറയുന്ന, അങ്ങനെ പല ഫങ്ഷൻസും ഉണ്ട്. എങ്കിലും നോർമലി നമ്മൾ സ്ട്രിങ്സൊക്കെ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്കോ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ പ്രിൻറ്റിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ പ്രിൻ്റ് ഈസ് സ്ലോവർ ദാൻ എക്കോ ആണ്. പിന്നെ മറ്റൊരു കാര്യം, പ്രിൻ്റ് റിട്ടേൺസ് എ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു വേരിയബിളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് ഇവിടെ ഈക്വൽ ടു പ്രിൻ്റ് $നെയിം ഇവിടെ കൊടുക്കുവാണ്. അപ്പോൾ ഇത് കണ്ടൻസൊക്കെ നമുക്കിവിടെ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് റിട്ടേൺ എന്ന് പറയുന്ന വേരിയബിൾ നമ്മളൊന്ന് എക്കോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഇവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പോൾ അത് എക്കോയ്ക്ക് അങ്ങനെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റും എക്കോയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.